നമസ്കാരം. മാസ്റ്റർ കീ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എൻഡോഴ്സ്മെന്റ് ആൻഡ് കൈൻഡ്സ് ഓഫ് എൻഡോഴ്സ്മെന്റ്. എന്താണ് എൻഡോഴ്സ്മെന്റ് എന്ന് നമുക്കറിയാം അല്ലെ? ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ ഒരു പ്രോമിസറി നോട്ട് അല്ലെങ്കിൽ ഒരു ചെക്ക്, ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റിന്റെ കൈവശ അവകാശം മറ്റൊരാളിലേക്ക് കൊടുക്കുന്നതിനെ പറയുന്ന പേരാണ് എൻഡോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു ചെക്കിൽ ഒരു വ്യക്തിയുടെ പേര് എഴുതിയാണ് നമ്മൾ ചെക്കിൽ സൈൻ ചെയ്ത് നമ്മൾ കൊടുക്കുന്നത്. ഒരു വ്യക്തിക്ക് ആ ഒരു ചെക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ ചെക്കിന്റെ അവകാശം എന്ന് പറയുന്നത് അതിൽ പേയുടെ കോളത്തിൽ എഴുതിയിട്ടുള്ള വ്യക്തിക്കാണ്. ആ വ്യക്തി ആ ഒരു അവകാശം മറ്റൊരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ചെക്കിന്റെ ബാക്ക് സൈഡിൽ സൈൻ ചെയ്ത് കൊടുക്കുന്നു അല്ലെ, ഒപ്പിട്ട് അത് കൈമാറുന്നു. ഈ പറയുന്ന ചെക്കിൽ പറഞ്ഞിട്ടുള്ള പേരിൽ പറഞ്ഞിട്ടുള്ള വ്യക്തിക്ക് അല്ലെങ്കിൽ അയാൾ പറയുന്ന വ്യക്തിക്ക് എന്നുള്ളതാണ് ചെക്കിനകത്ത് ആ ഒരു ഫോമാറ്റ് എന്ന് പറയുന്നത്, നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഒരു ചെക്കിന്റെ അവകാശം അല്ലെങ്കിൽ ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ചിന്റെ അവകാശം അല്ലെങ്കിൽ ഒരു പ്രോമിസറി നോട്ടിന്റെ അവകാശം മറ്റൊരാളിലേക്ക് കൊടുക്കുന്നതിനെ പറയുന്ന പേരാണ് എൻഡോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ അതാണ്. നമുക്ക് നോക്കാം എന്താണ് എൻഡോഴ്സ്മെന്റ്. The word endorsement is derived from the Latin word endorsum, which means the back. വളരെ പ്രധാനപ്പെട്ടാണ്. എൻഡോഴ്സ്മെന്റ് എന്ന് പറയുന്ന ആ ഒരു വാക്ക് ഡിറൈവ് ചെയ്തിട്ടുള്ളത് ലാറ്റിൻ വേർഡ് ആയിട്ടുള്ള ഇൻഡോർസം എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ്. ഇൻഡോർസം എന്ന് പറയുന്ന ലാറ്റിൻ വാക്കിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ഓൺ ദ ബാക്ക്, പുറത്തു വെച്ചാണ് ബാക്ക്. കാരണം എൻഡോഴ്സ്മെന്റ് നടത്തുന്നത് ഈ ഇൻസ്ട്രുമെന്റിന്റെ ബാക്ക് സൈഡിലാണ്. അതുകൊണ്ട് ഓൺ ദ ബാക്ക് എന്നുള്ള അർത്ഥത്തിൽ ലാറ്റിൻ വാക്കായിട്ടുള്ള ഇൻഡോർസം എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് എൻഡോഴ്സ്മെന്റ് എന്ന് പറയുന്ന വാക്ക് ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ളത്. ഓർത്തു വെക്കുക. ഈ ഒരു ഡെഫിനിഷൻ അതേപടി കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ സെക്ഷൻ 15 നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് 1881 എൻഡോഴ്സ്മെന്റിനെ പറ്റി പറയുന്നത്. അതൊന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കി വെച്ചോണം. സെക്ഷൻ 15 നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് 1881 എൻഡോഴ്സ്മെന്റിനെ പറ്റി പറയുന്നത്. ഓക്കെ, എൻഡോഴ്സ്മെന്റ് എന്താണെന്ന് നമ്മൾ പറഞ്ഞതാണ്. ഈ പറയുന്ന ഇൻസ്ട്രുമെന്റിന്റെ ബാക്ക് സൈഡിൽ ഒപ്പിട്ട് ഈ പറയുന്ന ഇൻസ്ട്രുമെന്റിന്റെ അവകാശം മറ്റൊരാളാക്കി ട്രാൻസ്ഫർ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് എൻഡോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? നോക്കണേ, അടുത്ത പോയിന്റ്സ് വളരെ പ്രധാനപ്പെട്ടാണ്. The person who endorsed the instrument is called endorser. ഇവിടെയും രണ്ട് പാർട്ടീസ് വരുന്നുണ്ട്. എൻഡോഴ്സറും വരുന്നുണ്ട്, എൻഡോഴ്സിയും വരുന്നുണ്ട്. ഈ പറയുന്ന ഇൻസ്ട്രുമെന്റ് സൈൻ ചെയ്ത് കൊടുക്കുന്ന വ്യക്തി എന്ന് വെച്ചാൽ കൈവശാവകാശം മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന വ്യക്തിയെ പറയുന്ന പേരാണ് എൻഡോഴ്സർ. എന്ന് വെച്ചാൽ ഇൻസ്ട്രുമെന്റിന്റെ ബാക്കിൽ സൈൻ ചെയ്യുന്ന വ്യക്തിയാണ് എൻഡോഴ്സർ. The person to whom the endorsement is made in endorsing. ഈ പറയുന്ന കൈവശാവകാശം ആരിലേക്കാണോ കിട്ടുന്നത്, ലഭിക്കുന്നത്, ആ വ്യക്തിയെ വിളിക്കുന്ന പേരാണ് എൻഡോഴ്സിംഗ്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇൻസ്ട്രുമെന്റ് എൻഡോഴ്സ് ചെയ്ത് കൊടുക്കുന്ന വ്യക്തിയെ വിളിക്കുന്ന പേര് എൻഡോഴ്സർ. എൻഡോഴ്സ്മെന്റിന്റെ ഫലം അനുഭവിക്കുന്ന വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അത് എൻഡോഴ്സിയാണ്. അപ്പൊ എൻഡോഴ്സറും എൻഡോഴ്സി രണ്ട് വ്യക്തികളാണ് അവിടെ ഉള്ളത്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് എൻഡോഴ്സ്മെന്റ് എത്ര തവണ നടത്താം. നമുക്കൊരു ഇൻസ്ട്രുമെന്റ് എത്ര തവണ എൻഡോഴ്സ്മെന്റ് നടത്തി മറ്റൊരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം, അതിന്റെ കൈവശാവകാശം മറ്റൊരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാമെന്ന് ചോദിച്ചാൽ എനി നമ്പർ ഓഫ് ടൈം, അൺലിമിറ്റഡ് ആണ്. എത്ര തവണ വേണമെങ്കിലും നമുക്ക് എൻഡോഴ്സ്മെന്റ് നടത്താവുന്നതാണ്. അങ്ങനെ എൻഡോഴ്സ്മെന്റ് നടത്താൻ വേണ്ടി ഈ പറയുന്ന ഇൻസ്ട്രുമെന്റിനോടൊപ്പം ചേർത്ത് വെക്കുന്ന ഒരു അഡീഷണൽ പേപ്പറിനെ എന്ത് പേരിട്ട് വിളിക്കുമെന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അതിന്റെ പേര് അലോഞ്ച് എന്നാണ്. പുറത്തു വെച്ചോളാം. ഇൻ എ സെപ്പറേറ്റ് സ്ലിപ്പ് ഓഫ് എ പേപ്പർ ഈസ് അറ്റാച്ച്ഡ് ടു ദ ഇൻസ്ട്രുമെന്റ്. ഈ എൻഡോഴ്സ്മെന്റ് നടത്തുമ്പോൾ ഒരു സെപ്പറേറ്റ് പേപ്പർ ആയിട്ട്, ഒരു എക്സ്ട്രാ പേപ്പർ ആയിട്ട്, ഒരു അഡീഷണൽ പേപ്പർ ആയിട്ട് അറ്റാച്ച് ചെയ്യുന്ന ആ ഒരു എക്സ്ട്രാ പേപ്പറിനെ വിളിക്കുന്ന പേരാണ് അലോഞ്ച്. അലോഞ്ചിനെ മറ്റൊരു പേര് ലെങ്തൻഡ്. കാരണം എൻഡോഴ്സ്മെന്റ് വീണ്ടും നടത്താൻ വേണ്ടി, റിപ്പീറ്റ് ആയിട്ട് നടത്താൻ വേണ്ടി നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യുന്ന ആ ഒരു പേപ്പറിനെ വിളിക്കുന്ന പേര് അലോഞ്ച് എന്നാണ്. പുറത്തു വെച്ചോളാം. അടുത്തത് കൈൻഡ്സ് ഓഫ് എൻഡോഴ്സ്മെന്റ്. വളരെ പ്രധാനപ്പെട്ടാണ്. ചില കൺഫ്യൂഷൻ വരുന്ന ഒരു മേഖലയാണ് കൈൻഡ്സ് ഓഫ് എൻഡോഴ്സ്മെന്റ്. വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കുക. ആദ്യത്തത് ബ്ലാങ്ക് ഓർ ജനറൽ എൻഡോഴ്സ്മെന്റ്. എന്താണ് ബ്ലാങ്ക് ഓർ ജനറൽ എൻഡോഴ്സ്മെന്റ്? ജസ്റ്റ് ഈ പറയുന്ന ഒരു ഇൻസ്ട്രുമെന്റ് അതിന്റെ ബാക്ക് സൈഡിൽ എൻഡോഴ്സർ സൈൻ ചെയ്ത് കൊടുക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് ബ്ലാങ്ക് എൻഡോഴ്സ്മെന്റ്. മറ്റ് യാതൊരുവിധ കാര്യവും അതിനകത്ത് നോട്ട് ചെയ്യുന്നില്ല. ഓക്കെ ആണല്ലോ? അപ്പൊ അതാണ് എക്സാമ്പിൾ. ഓക്കെ, ജസ്റ്റ് ആ ഒരു സിഗ്നേച്ചർ മാത്രം, എൻഡോഴ്സറിന്റെ പേരും സിഗ്നേച്ചറും മാത്രം. ഓക്കെ ആണല്ലോ?
എൻഡോഴ്സറിന്റെ പേരും സിഗ്നേച്ചറും മാത്രം ഇട്ടുകൊടുക്കുന്ന എൻഡോഴ്സ്മെന്റിനെ വിളിക്കുന്ന പേരാണ് ബ്ലാങ്ക് എൻഡോഴ്സ്മെന്റ് അഥവാ ജനറൽ എൻഡോഴ്സ്മെന്റ്. കാരണം ആ ഇൻസ്ട്രുമെന്റുമായിട്ട് ആര് ചെന്നാലും അതിന്റെ കൈ അവകാശിയാണ്. എവിടെ കളഞ്ഞു കിട്ടിയാൽ പോലും ആ വ്യക്തിക്ക് അതിനകത്ത് അവകാശമുണ്ട്. കാരണം അതിൽ പ്രത്യേകിച്ച് ഒരു പേരും മെൻഷൻ ചെയ്യുന്നില്ല. അതിൽ കൈവശമുള്ള ആരാണോ, നേരത്തെ ബിയർസിക്കിന്റെ കേസ് പറഞ്ഞതുപോലെ തന്നെയാണ് ഈ പറയുന്ന ബ്ലാങ്ക് ഓർ ജനറൽ എൻഡോഴ്സ്മെന്റ്. An endorser merely sign his name on the back of the instrument without specifying the name of the person to whom the instrument is endorsed is called blank endorsement. യാതൊരു മറ്റൊരു ഓപ്പോസിറ്റ് പാർട്ടിയുടെ പേരോ ഒന്നും തന്നെ മെൻഷൻ ചെയ്യാതെ ജസ്റ്റ് ഈ പറയുന്ന എൻഡോഴ്സർ സൈൻ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ബ്ലാങ്ക് എൻഡോഴ്സ്മെന്റ് അഥവാ ജനറൽ എൻഡോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത എൻഡോഴ്സ്മെന്റ് ആണ് ഫുൾ ഓർ സ്പെഷ്യൽ എൻഡോഴ്സ്മെന്റ്. ഇവിടെ നോക്കണേ, പേ മഹേഷ് ഓർ ഓർഡർ. ഇവിടെ മഹേഷിന് അല്ലെങ്കിൽ മഹേഷ് പറയുന്ന വ്യക്തിക്ക് ഈ പറയുന്ന ചെക്കിലോ ബിൽ ഓഫ് എക്സ്ചേഞ്ചിലോ പ്രോമിസറി നോട്ടിലോ അതിന്റെ അവകാശം കിട്ടും. അത്തരത്തിലുള്ള എൻഡോഴ്സ്മെന്റിനെ പറയുന്ന പേരാണ് ഫുൾ ഓർ സ്പെഷ്യൽ എൻഡോഴ്സ്മെന്റ്. കാരണം എൻഡോഴ്സിയുടെ പേര് അവിടെ പ്രത്യേകിച്ച് മെൻഷൻ ചെയ്ത് പറയുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള എൻഡോഴ്സ്മെന്റിനെ പറയുന്ന പേരാണ് ഫുൾ ഓർ സ്പെഷ്യൽ എൻഡോഴ്സ്മെന്റ്. അങ്ങനെ ഇതൊരു എക്സാമ്പിൾ ആണ്. ഇവിടെ മഹേഷ് എന്ന് പറയുന്നതാണ് എൻഡോഴ്സി എന്ന് പറയുന്നത്, രാഹുൽ എന്ന് പറയുന്നത് എൻഡോഴ്സർ ആണ്. അപ്പൊ രാഹുൽ സൈൻ ചെയ്ത് മഹേഷിന് കൊടുക്കുവാണ്. ഇനി മഹേഷിന് അല്ലെങ്കിൽ മഹേഷ് പറയുന്ന വ്യക്തിക്ക് ഇതിന്റെ അവകാശം. ഓക്കെ, the endorsement is not only sign his name on the back of the instrument, ജസ്റ്റ് പേര് മാത്രം എഴുതി സൈൻ ചെയ്ത് കൊടുക്കുകയല്ല, but also specify the name of the person to whom the instrument is endorsed. ആരിലേക്കാണ് ഈ പറയുന്ന എൻഡോഴ്സ്മെന്റ് നടത്തി കൊടുക്കുന്നത് ആ വ്യക്തിയുടെ പേരും അതിൽ മെൻഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള എൻഡോഴ്സ്മെന്റിനെ പറയുന്ന പേരാണ് ഫുൾ ഓർ സ്പെഷ്യൽ എൻഡോഴ്സ്മെന്റ്. അടുത്ത ടൈപ്പ് ഓഫ് എൻഡോഴ്സ്മെന്റ് ആണ് റെസ്ട്രിക്റ്റീവ് എൻഡോഴ്സ്മെന്റ്. നോക്കണേ, റെസ്ട്രിക്റ്റീവ് എൻഡോഴ്സ്മെന്റ്. റെസ്ട്രിക്റ്റീവ് എൻഡോഴ്സ്മെന്റ് എങ്ങനെയാണ് നടപ്പാക്കുന്നതെന്ന് ചോദിച്ചാൽ നോക്കണേ, പേ മഹേഷ് ഒള്ളി. ഓക്കെ, അവിടെ ഈ പറയുന്ന മഹേഷിന് പിന്നീട് ഒരു എൻഡോഴ്സ്മെന്റ് നടത്താൻ കഴിയില്ല, അവിടെ റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പേ മഹേഷ് ഒള്ളി. മഹേഷിന് മാത്രം, മഹേഷ് എന്ന് പറയുന്ന വ്യക്തിക്ക് മാത്രമായിരിക്കും ഇതിന്റെ അവകാശം. പിന്നീട് മഹേഷിന് ഈ പറയുന്ന ഇൻസ്ട്രുമെന്റിന്റെ അവകാശം മറ്റൊരാൾക്കും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് എഴുതി കൊടുത്ത് സൈൻ ചെയ്യുന്ന എൻഡോഴ്സ്മെന്റിനെ പറയുന്ന പേരാണ് റെസ്ട്രിക്റ്റീവ് എൻഡോഴ്സ്മെന്റ്. റെസ്ട്രിക്റ്റ് ചെയ്യുന്നു, ഫർദർ എൻഡോഴ്സ്മെന്റ് റെസ്ട്രിക്റ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ മഹേഷിന് പിന്നീട് എൻഡോഴ്സ്മെന്റ് നടത്താൻ പറ്റുമോ? ഇല്ല, നടത്താൻ പറ്റില്ല. അതിന്റെ റൈറ്റ്, അതിന്റെ അവകാശം ആർക്ക് മാത്രമേ ഉള്ളൂ? മഹേഷിന് മാത്രം അവകാശപ്പെട്ടതാണ്. The endorser restrict or prevent the endorsee from doing further endorsement. ആ ഒരു പോയിന്റ് ഓർത്ത് വെച്ചോണം. ഫർദർ എൻഡോഴ്സ്മെന്റ്, പിന്നീടുള്ള എൻഡോഴ്സ്മെന്റ് റെസ്ട്രിക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള എൻഡോഴ്സ്മെന്റിനെ പറയുന്ന പേരാണ് റെസ്ട്രിക്റ്റീവ് എൻഡോഴ്സ്മെന്റ്. ഞാൻ പറഞ്ഞു, ഒരു ഇൻസ്ട്രുമെന്റ് എത്ര തവണ വേണമെങ്കിലും അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് എൻഡോഴ്സ്മെന്റ് നടത്താം. പക്ഷേ റെസ്ട്രിക്റ്റീവ് എൻഡോഴ്സ്മെന്റ് നടത്തിയ ഒരു ഇൻസ്ട്രുമെന്റ് പിന്നീട് ഒരു എൻഡോഴ്സ്മെന്റ് നടത്താൻ കഴിയില്ല. അടുത്തത് കണ്ടീഷണൽ ഓർ ക്വാളിഫൈഡ് എൻഡോഴ്സ്മെന്റ്. കണ്ടീഷണൽ എൻഡോഴ്സ്മെന്റിന്റെ മറ്റൊരു പേരാണ് ക്വാളിഫൈഡ് എൻഡോഴ്സ്മെന്റ്. ഓർത്ത് വെച്ചോണം, ഇത്തരത്തിലുള്ള എൻഡോഴ്സ്മെന്റിൽ എന്താണ് പറയുന്നതെന്ന് നോക്കിയേ. മഹേഷ് ഓർ ഓർഡർ ഓർ റെസിപ്റ്റ് ഓഫ് ഗുഡ്സ്. ഇവിടെ എൻഡോഴ്സി എന്ന് പറയുന്നത് മഹേഷും, ഓക്കെ, എൻഡോഴ്സിയുടെ പേര് അവിടെ പ്രത്യേകിച്ച് മെൻഷൻ ചെയ്യുന്നുണ്ട്, രാഹുലാണ് എൻഡോഴ്സർ. ഇവിടെ മഹേഷ് അല്ലെങ്കിൽ മഹേഷ് പറയുന്ന ഒരു വ്യക്തിക്ക് ഇതിന്റെ റൈറ്റ് കൊടുക്കാം. ഓക്കെ, പക്ഷേ അവിടെ ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്, ഓൺ റെസിപ്റ്റ് ഓഫ് ഗുഡ്സ്. ഗുഡ്സിന്റെ റെസിപ്റ്റ് കിട്ടിയതിന് ശേഷം മാത്രം, ഓക്കെ, ഗുഡ്സിന്റെ റെസിപ്റ്റ് കിട്ടിയതിന് ശേഷം മാത്രം ഇതിന്റെ എമൗണ്ട് കൊടുത്താൽ മതി. അത്തരത്തിൽ ഒരു കണ്ടീഷൻ എഴുതി കൊടുത്ത് എൻഡോഴ്സ്മെന്റ് നടത്തുന്നതിനെ പറയുന്ന പേരാണ് കണ്ടീഷണൽ എൻഡോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. കണ്ടീഷണൽ എൻഡോഴ്സ്മെന്റിന്റെ മറ്റൊരു പേരാണ് ക്വാളിഫൈഡ് എൻഡോഴ്സ്മെന്റ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ദ റൈറ്റ് ഓഫ് ദ എൻഡോഴ്സി ടു റിസീവ് പേയ്മെന്റ് ഓഫ് ദി ഇൻസ്ട്രുമെന്റ് ഡിപ്പെൻഡ് അപ്പോൺ ദ ഹാപ്പനിങ് ഓഫ് ദി സ്പെസിഫൈഡ് ഇവന്റ്. എൻഡോഴ്സർ ഒരു സൈൻ ചെയ്തിട്ട് കൊടുത്ത് എഴുതി കൊടുക്കുമ്പോൾ അവിടെ ഒരു പ്രത്യേകിച്ച് ഒരു കണ്ടീഷൻ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ആ കണ്ടീഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും അതിന്റെ റൈറ്റ് കിട്ടുന്നത്. ഓക്കെ ആണല്ലോ. അത്തരത്തിലുള്ള എൻഡോഴ്സ്മെന്റിനെ പറയുന്ന പേരാണ് കണ്ടീഷണൽ ഓർ ക്വാളിഫൈഡ് എൻഡോഴ്സ്മെന്റ്. അടുത്ത എൻഡോഴ്സ്മെന്റ് ആണ് ഫാക്കൽറ്റേറ്റീവ് എൻഡോഴ്സ്മെന്റ്. വളരെ പ്രധാനപ്പെട്ടതാണ് ഫാക്കൽറ്റേറ്റീവ് എൻഡോഴ്സ്മെന്റ്. നോക്കണേ, ഫാക്കൽറ്റേറ്റീവ് എൻഡോഴ്സ്മെന്റ് എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുന്നതെന്ന് ചോദിച്ചാൽ, പേ മഹേഷ് ഓർ ഓർഡർ നോട്ടീസ് ഓഫ് ഡിസോണർ വേവ്ഡ്. ഓക്കെ,
ഒന്നെങ്കിൽ ഫാക്കൽറ്റേറ്റീവ് എന്ന് എഴുതിയിരിക്കും. ഈ പറയുന്ന മഹേഷ് ഓർ ഓർഡർ ഫാക്കൽറ്റേറ്റീവ് അല്ലെങ്കിൽ നോട്ടീസ് ഓഫ് ഡിസോണർ വേവ്ഡ്. നോട്ടീസ് ഓഫ് ഡിസോണർ വേവ്ഡ് എന്ന് അതിനകത്ത് എഴുതി ഈ പറയുന്ന രാഹുൽ സൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഈ നോട്ടീസ് ഓഫ് ഡിസോണർ വേവ്ഡ് എന്നോ ഫാക്കൽറ്റേറ്റീവ് എന്നോ ഈ പറയുന്ന ഇൻസ്ട്രുമെന്റിന്റെ ബാക്ക് സൈഡിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള എൻഡോഴ്സ്മെന്റിനെ പറയുന്ന പേരാണ് ഫാക്കൽറ്റേറ്റീവ് എൻഡോഴ്സ്മെന്റ്. ഈ ഫാക്കൽറ്റേറ്റീവ് എൻഡോഴ്സ്മെന്റ് എന്തിനാണ് നടത്തുന്നതെന്ന് ചോദിച്ചാൽ, ഇൻ ഫാക്കൽറ്റേറ്റീവ് എൻഡോഴ്സ്മെന്റ് സം ഓഫ് ദ റൈറ്റ് ഓഫ് ദ എൻഡോഴ്സർ ആർ വേവ്ഡ്. ചില ഈ പറയുന്ന എൻഡോഴ്സർ ചില കാര്യങ്ങൾ ഒഴിവാക്കുന്നു, എൻഡോഴ്സിൽ നിന്ന് ചില കാര്യങ്ങൾ ഒഴിവാക്കുന്നു എന്ന് പറയുന്ന എൻഡോഴ്സ്മെന്റിനെ പറയുന്ന പേരാണ് ഫാക്കൽറ്റേറ്റീവ് എൻഡോഴ്സ്മെന്റ്. ഓക്കെ ആണല്ലോ. ഇവിടെ മഹേഷ് ഓർ ഓർഡർ, മഹേഷ് പറയുന്ന വ്യക്തിക്കോ കൊടുക്കാം. പക്ഷേ ഇവിടെ എൻഡോഴ്സ്മെന്റ് നടത്തുന്ന എൻഡോഴ്സർ, ഓക്കെ ആണല്ലോ, എൻഡോഴ്സ്മെന്റ് നടത്തി കൊടുക്കുന്ന എൻഡോഴ്സർ ആരാ? ഇവിടെ രാഹുലാണ്. രാഹുലിന് ഈ പറയുന്ന എമൗണ്ട്, ഇപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ ഒരു ചെക്ക് ഒരു 10,000 രൂപയുടെ ചെക്ക് കൊടുക്കുകയാണ്. ഒരാൾക്ക് ഒരു 10,000 രൂപയുടെ ചെക്ക് കൊടുക്കുകയാണ്. എൻഡോഴ്സ്മെന്റ് നടത്തി വേറൊരു വ്യക്തിക്ക് കൊടുത്തു. ഓക്കെ ആണല്ലോ. ആ വ്യക്തി ബാങ്കിൽ ചെല്ലുമ്പോൾ ആ വ്യക്തിക്ക് ചെക്കിലുള്ള എമൗണ്ട് കൊടുത്തില്ല, ബാങ്ക് കൊടുത്തില്ല, കാരണം ബൗൺസ് ആയി പോയി. ഓക്കെ, ചെക്ക് മടങ്ങി, ചെക്കിനകത്ത് പറയുന്ന എമൗണ്ട് ബാങ്കിലില്ല, അക്കൗണ്ടിലില്ല. അപ്പോൾ ഈ പറയുന്ന വ്യക്തിക്ക്, ബാങ്കിൽ പോയ വ്യക്തിക്ക് ലീഗലായിട്ട് മൂവ് ചെയ്യാം. ലീഗലായിട്ട് മൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ചെക്കിൽ പറഞ്ഞിട്ടുള്ള ഉടമസ്ഥൻ അതിനകത്തുള്ള എമൗണ്ട് കൊടുക്കണം എന്നുള്ള രീതിയിൽ കേസിന് പോകാം. കേസിന് പോകുന്ന അവസരത്തിൽ ഈ എൻഡോഴ്സ്മെന്റ്, ഫാക്കൽറ്റേറ്റീവ് എൻഡോഴ്സ്മെന്റ് നടത്തിയ വ്യക്തിയാണെങ്കിൽ, ഓക്കെ ആണല്ലോ, ഫാക്കൽറ്റേറ്റീവ് എൻഡോഴ്സ്മെന്റ് വരുത്തിയ വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിക്ക് യാതൊരു വിധത്തിലുള്ള നോട്ടീസ്, കോടതിയിൽ നിന്നുള്ള നോട്ടീസും വരുത്തില്ല. എന്തെങ്കിലും ഈ പറയുന്ന ചെക്ക് മടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ മടങ്ങിയതിലുള്ള തുക മാത്രം തന്നുകൊള്ളാം. യാതൊരു വിധത്തിലുള്ള നോട്ടീസോ മറ്റു കാര്യങ്ങളോ ഒന്നും എനിക്ക് അയക്കേണ്ട. ഏതെങ്കിലും വിധേന ഈ പറയുന്ന ചെക്ക് മടങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവാദിത്വം മാത്രം ഞാൻ ഏറ്റെടുത്തോളാം, അല്ലാതെ യാതൊരു വിധത്തിലുള്ള നോട്ടീസ് എനിക്ക് അയക്കേണ്ട എന്ന് പറയുന്ന എൻഡോഴ്സ്മെന്റിനെ പറയുന്ന പേരാണ് ഫാക്കൽറ്റേറ്റീവ് എൻഡോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. അടുത്തത് സാൻഡ് ഫ്രേസ് എൻഡോഴ്സ്മെന്റ്. എന്താണ് സാൻഡ് ഫ്രേസ് എൻഡോഴ്സ്മെന്റ്? ഇവിടെ സാൻഡ് ഫ്രേസ് ആണെന്ന് തിരിച്ചറിയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇൻ മഹേഷ് ഓർ ഓർഡർ സാൻഡ് ഫ്രേസ്, ഇവിടെ സാൻഡ് ഫ്രേസ് എന്നുള്ള ഒരു വാക്ക് ഇവിടെ കാണും. ഓക്കെ, ദ എൻഡോഴ്സർ മേക്ക് ഇറ്റ് ക്ലിയർ ദാറ്റ് he does not want any additional expense to be incurred on his account on the instrument by writing the word sans phrase, which means without expense. Example, he words sans phrase, which means without notice and protesting the charges. നോക്കണേ, ഇവിടെ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ രാഹുലാണ് എൻഡോഴ്സർ. ഓക്കെ ആണല്ലോ, രാഹുലാണ് എൻഡോഴ്സ്മെന്റ് വരുത്തിയത്. എൻഡോഴ്സ് എന്ന് പറയുന്ന മഹേഷ് ആണ്, അല്ലെങ്കിൽ മഹേഷ് പറയുന്ന വ്യക്തി. ഓക്കെ, കൊടുക്കുന്നു. ഈ സാൻഡ് ഫ്രേസ് എൻഡോഴ്സ്മെന്റ് ആണെങ്കിൽ ഈ പറയുന്ന ഇൻസ്ട്രുമെന്റ് അല്ലെങ്കിൽ ഒരു ചെക്കിന്റെ കേസ് എടുത്തു നോക്കുകയാണെങ്കിൽ, ചെക്ക് ബൗൺസ് ആവുന്ന കേസ് വന്നാൽ ലീഗലായിട്ട് മൂവ് ചെയ്യും. ഉറപ്പായിട്ടും മഹേഷ് ലീഗലായിട്ട് മൂവ് ചെയ്യും. ആ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ മഹേഷിന് ഒരുപാട് ചെലവുകൾ ഉണ്ടാവും. കേസിന് പോകുന്ന കാര്യങ്ങൾക്ക് കോടതിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചെലവുകൾ സംഭവിക്കാറുണ്ട്. ഈ ചെലവുകളിലൊന്നും യാതൊരുവിധ ബാധ്യതയും ഈ എൻഡോഴ്സ്മെന്റ് വരുത്തിയ സാൻഡ് ഫ്രേസ് എൻഡോഴ്സ്മെന്റ് വരുത്തിയ എൻഡോഴ്സർക്ക് ബാധകമല്ല. ഓക്കെ ആണല്ലോ. അപ്പൊ എനിക്ക് യാതൊരു വിധത്തിലുള്ള നഷ്ടങ്ങൾക്ക് ചെലവ് നൽകാൻ കഴിയില്ല. പക്ഷേ ഈ പറയുന്ന ചെക്കിലുള്ള എമൗണ്ട് മാത്രം തരാനുള്ള ബാധ്യസ്ഥനാണ് ഞാൻ. മറ്റ് യാതൊരു വിധത്തിലുള്ള അതിന്റെ എക്സ്ട്രാ ചെലവുകളൊന്നും ഞാൻ വഹിക്കില്ല എന്ന് പറഞ്ഞു എൻഡോഴ്സ്മെന്റ് നടത്തുവാണെങ്കിൽ അത്തരത്തിലുള്ള എൻഡോഴ്സ്മെന്റിനെ പറയുന്ന പേരാണ് സാൻഡ് ഫ്രേസ് എന്ന് പറയുന്നത്. അടുത്തത് സാൻഡ് റിക്കോർഡ്സ് എൻഡോഴ്സ്മെന്റ്. എന്താണ് സാൻഡ് റിക്കോർഡ്സ് എൻഡോഴ്സ്മെന്റ്? സാൻഡ് റിക്കോർഡ്സ് എൻഡോഴ്സ്മെന്റ് നടത്തുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, മഹേഷോട് സാൻഡ് റിക്കോർഡ്സ് എന്നുള്ള ഒരു വാക്ക് അവിടെ ഉണ്ടായിരിക്കും. An endorsement is which limit the liability of the endorser. When an instrument is endorsed, the endorser undertake to compensate the endorsee in the event of disorder of the instrument. But here the endorser escape himself from such liability by writing the word sans recourse or without recourse to me. ഇവിടെ എൻഡോഴ്സ്മെന്റ് വരുത്തിയത് രാഹുലാണ്. എൻഡോഴ്സർ എന്ന് പറയുന്നത് രാഹുലാണ്. എൻഡോഴ്സി എന്ന് പറയുന്നത് മഹേഷാണ്. മഹേഷിന് ചെക്കുമായിട്ട് ബാങ്കിൽ ചെന്നപ്പോൾ പൈസ കിട്ടിയില്ല. അപ്പോൾ ഈ പറയുന്ന മഹേഷ് ലീഗലായിട്ട് മൂവ് ചെയ്യും. ലീഗലായിട്ട് മൂവ് ചെയ്യുമ്പോൾ ബാധ്യസ്ഥൻ കൊടുക്കാൻ ബാധ്യസ്ഥനാണ് രാഹുൽ. പക്ഷേ ഈ പറയുന്ന സാൻഡ് റിക്കോർഡ്സ് എൻഡോഴ്സ്മെന്റ് നടത്തിയ വ്യക്തി ആയതുകൊണ്ട്
എൻഡോഴ്സ്മെന്റ് നടത്തിയ രാഹുലിന് യാതൊരുവിധ നഷ്ടപരിഹാരവും കൊടുക്കേണ്ട ആവശ്യമില്ല, സേഫ് ആണ്. പിന്നീട് ഈ പറയുന്ന രാഹുലിന് എങ്ങനെയാണോ ഈ പറയുന്ന ഇൻസ്ട്രുമെന്റ് വന്നത്, അതിന്റെ ഓണർ ആരാണോ, അതിന്റെ ഹോൾഡർ ആരാണോ, ആ വ്യക്തി മാത്രം നഷ്ടപരിഹാരം കൊടുത്താൽ മതി. ഇതിന്റെ ഇടയിൽ നിൽക്കുന്ന രാഹുലിന് നഷ്ടപരിഹാരം കൊടുക്കേണ്ട ആവശ്യമില്ല, അയാൾ സേഫ് ആണ്. അപ്പോൾ എൻഡോഴ്സറിന്റെ കേസിൽ വളരെ സേഫ്റ്റി ആയിട്ടുള്ള എൻഡോഴ്സ്മെന്റ് ആണ് ഇതെന്ന് പറയുന്നത് സാൻഡ്രിക്കോസ് എൻഡോഴ്സ്മെന്റ്. അടുത്തത് പാർഷ്യൽ എൻഡോഴ്സ്മെന്റ്. എന്താണ് പാർഷ്യൽ എൻഡോഴ്സ്മെന്റ്? എ ബിൽ ഫോർ 5,000 ഈസ് enforced by Ram as follows: pay Mahesh or order ₹2,000 only. രാഹുൽ അല്ലെ ഈ പറയുന്ന റാവിന് കുറച്ച് പൈസ കൊടുക്കാനുണ്ട്, 5,000 രൂപ അല്ലെ. എ ബിൽ ഫോർ 5,000 ഈസ് എൻഫോഴ്സ്ഡ് ബൈ റാം ആസ് ഫോളോസ്: പേ മഹേഷ് ഓർ ഓർഡർ ₹2,000 only. രാഹുൽ. ഇപ്പൊ രാഹുലാണ് എൻഡോഴ്സർ, മഹേഷ് ആണ് എൻഡോഴ്സി. ഈ കേസില് മഹേഷിന് ഈ ഇൻസ്ട്രുമെന്റുമായി വരുന്ന മഹേഷിന് അല്ലെങ്കിൽ മഹേഷ് പറയുന്ന വ്യക്തിക്ക് 5,000-ൽ 2,000 രൂപ മാത്രം കൊടുത്താൽ മതി. ഓക്കെ ആണല്ലോ. പാർഷ്യൽ ആയിട്ട് എൻഡോഴ്സ്മെന്റ് നടത്തിയത് 5,000 രൂപയുടെ ഒരു ബില്ല. പക്ഷേ ആ 5,000 രൂപയിലുള്ള എമൗണ്ട് മുഴുവനായിട്ട് കൊടുക്കേണ്ട കാര്യമില്ല. ഈ ഇൻസ്ട്രുമെന്റുമായിട്ട് വരുന്ന വ്യക്തി ആരാണോ, ഈ ഇൻസ്ട്രുമെന്റ് ഒരു പാർഷ്യൽ എൻഡോഴ്സ്മെന്റ് ആണെങ്കിൽ അതിൽ പ്രത്യേകിച്ച് മെൻഷൻ ചെയ്തിരിക്കുക എത്ര എമൗണ്ട് എന്ന്. 5,000-ന്റെ ഇൻസ്ട്രുമെന്റാ, 5,000-ന്റെ ബില്ല. പക്ഷേ അതിൽ 2,000 രൂപ മാത്രം കൊടുത്താൽ മതി മഹേഷിന് എന്ന് പറഞ്ഞ് സൈൻ ചെയ്ത് കൊടുക്കുന്ന ആ ഒരു എൻഡോഴ്സ്മെന്റിനെ പറയുന്ന പേരാണ് പാർഷ്യൽ എൻഡോഴ്സ്മെന്റ്. ഓക്കെ ആണല്ലോ. ഓൺലി എ പാർട്ട് ഓഫ് എമൗണ്ട് ഫോർ ദ ഇൻസ്ട്രുമെന്റ് ഈസ് എൻഡോഴ്സ്ഡ്. ആ ഒരു ഇൻസ്ട്രുമെന്റിൽ പറയുന്ന ഒരു പാർട്ട് ഓഫ് എമൗണ്ട് മാത്രം എൻഡോഴ്സ് നടത്തി കൊടുക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള എൻഡോഴ്സ്മെന്റിനെ പറയുന്ന പേരാണ് പാർഷ്യൽ എൻഡോഴ്സ്മെന്റ്. അടുത്ത് പെർപ്രോ എൻഡോഴ്സ്മെന്റ്. നോക്കണേ, പെർപ്രോ എൻഡോഴ്സ്മെന്റ്. പെർപ്രോ എൻഡോഴ്സ്മെന്റിൽ വരുന്ന ഒരു വാക്കാണ് ഏജന്റ്. ഓക്കെ ആണല്ലോ. ഒരു വ്യക്തിക്ക് എൻഡോഴ്സ്മെന്റ് നടത്തി കൊടുക്കുവാൻ ഒരു ഏജന്റ് മുഖേനയാണ് എൻഡോഴ്സ്മെന്റ് നടത്തുന്നതെങ്കിൽ അവിടെ എൻഡോഴ്സർ എന്ന് പറയുന്ന ഒരു ഏജന്റ് ആണ്. ഓക്കെ ആണല്ലോ. പകരക്കാരൻ ആരെങ്കിലുമാണ് അത് നടത്തുന്നെങ്കിൽ, ആ ഒരു എൻഡോഴ്സ്മെന്റ് നടത്തുന്നെങ്കിൽ അത്തരത്തിലുള്ള എൻഡോഴ്സ്മെന്റിനെ പറയുന്ന പേരാണ് പെർപ്രോ എൻഡോഴ്സ്മെന്റ്. ഒത്തുവെച്ചോണം. പേ മഹേഷ് ഓർ ഓർഡർ പെർപ്രോ ആൻ ഏജന്റ്. ഓക്കെയാണ്. ഇവിടെ ഒരു ഏജന്റ് എന്നുള്ള ഒരു വാക്ക് കാണും. ഏജന്റ് ആണ് അത് സൈൻ ചെയ്ത് കൊടുത്തത് എൻഡോഴ്സർക്ക് പകരം. എൻഡോഴ്സ്മെന്റ് മെയ്ഡ് ബൈ ആൻ ഓതറൈസ്ഡ് പേഴ്സൺ ഓൺ ബിഹാഫ് ഓഫ് അനദർ. ഒരു വ്യക്തിക്ക് വേണ്ടി അല്ലെ, ഒരു എൻഡോഴ്സർക്ക് പകരത്തിന് ഒരാൾക്ക് പകരമായിട്ട് നിന്ന് എൻഡോഴ്സ്മെന്റ് നടത്തി കൊടുക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള എൻഡോഴ്സ്മെന്റിനെ പറയുന്ന പേരാണ് പെർപ്രോ എൻഡോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇച്ചിരി ഡിഫിക്കൽറ്റി ആണെന്ന് പറയാൻ പറ്റത്തില്ല, സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് വാക്കുകളൊക്കെ അതിനകത്തൊക്കെ ഓർത്ത് വെച്ചാൽ തന്നെ ഇത്തരത്തിലുള്ള എൻഡോഴ്സ്മെന്റ് നമുക്ക് മനസ്സിലാക്കി ചോദ്യങ്ങളിൽ നിന്ന് ഈ ഓപ്ഷനിൽ നിന്ന് നമുക്ക് ആൻസർ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.